ഹലോ. നമ്മളിതേ വീണ്ടും കാർഡ്ബോർഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കുവാണ് കേട്ടോ. ഇതുപോലത്തെ 10 പീസുകൾ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കട്ടെ 10. ഇനിയിപ്പോ വലിയ പീസ് അല്ലേ ഉള്ളത്. ഈ വലുത് വേണ്ട, ഇതും 10 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ അളവും 10 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കണം, വരച്ച് വെട്ടിയെടുക്കണം. ഇനി കണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എതലിൻ്റെ ഒരു ഷേപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം, ഏത് തരം വാൾ ഡെക്കറാണെന്ന്. ഇതേപോലെ ഒരു വാൾ ഡെക്കർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെ. നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കുന്നത് അതിൽ ഒത്തിരി വലുതാണ് കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ കുറച്ചധികം പൂക്കളുള്ളതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ പണിയെടുത്തിട്ടാണ് അത് തീർത്തത്. ഇതിപ്പോൾ 2 പൂക്കളേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലുള്ളൊരു പേപ്പർ കണ്ടു, അതിങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് ഇതുപോലെ വെള്ളമാണ് കേട്ടോ നമ്മൾ തേച്ച് കൊടുക്കുന്നത്. വെള്ളം തേച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിരിക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോഴേ അണ്ണൻ്റെ ഇളക്കി എടുക്കുന്നുണ്ടോ അതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇളവി വരും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെറുതായിട്ടൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം തൊട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇളവി പോകും. ഇപ്പം ഞാൻ ഇളക്കുന്നത് കണ്ടോ, നല്ല രീതിക്ക് തന്നെ ഇളവി കിട്ടിയായിരുന്നു. നമ്മൾ നേരത്തേക്കാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടിയായിരുന്നു ഇളക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത് കേട്ടോ, ഈ വെള്ളം ഇങ്ങനെ തേച്ചിട്ട് ഇളക്കാവുന്നുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ അതേ അണ്ണൻ ഈ വരയ്ക്കുന്നത് ഒരു തരം കോലമാണ്. കോലം ഇതെന്ത് തരം കോലമാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇത് വരച്ചെടുക്കുന്നത് വേറൊന്നിനുമല്ല, ഈ പൂവിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോഴേ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം ഇതുപോലൊരു കുഞ്ഞു പൂ പോലെ തന്നെയാണ് വെട്ടിയെടുത്തത്. ഇതിപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അണ്ണൻ വരച്ച് വെട്ടി കൊടുക്കുന്നത്. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോഴേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുന്നത്. അപ്പോഴത്തേ ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലോട്ട് വന്നോളും. ഇനി നമുക്ക് ആ ഇതളുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാമേ. ഇതൊക്കെ ഞാൻ കളർ ചെയ്ത് വെച്ചതാണ്, പിന്നെ അണ്ണനാണ് കേട്ടോ ബാക്കി ചെയ്തത്. ഇനി നമ്മുടെ അണ്ണ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒട്ടിക്കുന്നത്. അതുപോലെ ഒരു വലുതും ഒരു ചെറുതും ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതളിൻ്റെ ഷേപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സെൻറ്റർ ജസ്റ്റ് പകുതി വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കുമല്ലേ, കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതളുകളെല്ലാം കൂടി ഒന്ന് പൂവിൻ്റെ ഒരു ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ വുഡ്ഫില്ലിൻ്റെ പശയിട്ടാണ് കേട്ടോ ഇതിൽ ഒട്ടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇതിപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗമ്മിട്ട് ഒട്ടിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒട്ടിയും കിട്ടും കേട്ടോ. നമ്മൾ ആ ചെറിയ ഇതളുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു വലിയ ഇതളുകളുണ്ടല്ലോ അത് ഒട്ടിക്കാനായിട്ട് നമ്മൾ പാത്രം ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ആ ഇതളുകളൊക്കെ ഒന്ന് പറക്കി ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണമല്ലോ. ഇനി 5ാമത്തെ ഇതളും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ് കേട്ടോ. കറക്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു ഷേപ്പിലാക്കി എടുക്കണമല്ലോ. അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ആ ഒരു പശയിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വുഡ്ഫില്ലിൻ്റെ പശയിട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയും ചെയ്യും, നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മൾ ചിരട്ടയിലേക്ക് ഒട്ടിക്കുന്ന അതേ പശ തന്നെയാണ്. അപ്പോൾ അതേ കണ്ടോ, ഇനി അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ചിരുന്ന ആ പീസുകളും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൂവായിട്ട് കിട്ടും. ഇനി നമ്മൾ കമഴ്ത്തി വെച്ചിട്ട് അത് നമ്മൾ വെച്ച് കൊടുത്തില്ല, അത് രണ്ടും കൂടിയിട്ട് ഒട്ടിക്കുവാണേ. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിങ്ക് കളർ പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിലിപ്പോൾ റെഡ് പോലെ തോന്നുന്നത് വേറൊന്നുമില്ല, ഇത് റെഡ് കളർ അല്ല. ഇതിൽ ചെറുതായിട്ടൊന്ന് റെഡിൻ്റെ ഒരു അംശം മിക്സ് ആയായിരുന്നു കേട്ടോ നേരത്തെ ഞാനൊരു പെയിൻറ്റ് ചെയ്തപ്പോൾ. അങ്ങനെ അതാണ് ആ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് തണ്ട് വേണമല്ലോ. ആ തണ്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 കാർഡ്ബോർഡിൻ്റെ നീളത്തിനുള്ള വീതി കുറഞ്ഞ പീസുകൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അത് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് അതിൽ പെയിൻറ്റ് അടിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മളെ പൂക്കളൊക്കെ നമ്മൾ ഗോൾഡ് ടച്ചൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോക്കേസ് ദേ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിനകത്ത് എന്തുകൊണ്ടെങ്കിലും ചെയ്ത് വെക്കാമല്ലോ. പിന്നെ ഇതിവിടെ തന്നെ കുറേ നാളിരിക്കും, കാരണം പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നതാണ്. നമ്മളിത് ഒട്ടിക്കുന്നതും ഇപ്പോൾ വുഡ്ഫില്ലിൻ്റെ ഗം ഇട്ടിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നല്ലപോലെ ഒട്ടിയിരുന്നുണ്ട്. നമുക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു തൊട്ടൊന്ന്, പക്ഷെ നല്ല രീതിക്ക് ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പൂക്കളും അതുപോലെ തന്നെ തണ്ടും പിന്നെ കുറച്ച് ഇലകളും കൂടിയൊക്കെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെക്കാം. അടിപൊളി ഒരു ഹോം ഡെക്കറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കൊടുക്കുമ്പോൾ നല്ല പൈസയാവും ഇങ്ങനെ ഒരു വാൾ ഡെക്കറൊക്കെ വാങ്ങണമെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.